ഇതൊരു പാർക്കല്ല ഗൈസ്, ഇതൊരു ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ ജീവിതം എളുപ്പാക്കാൻ ചൈനീസുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സെയിം ഹിയർ. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ഫാമിലികൾക്ക് മനസമാധാനത്തോടു കൂടി കഴിക്കാന്, കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേസ് തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. വീക്കെൻഡ് ആകുമ്പോഴേക്ക് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇടും. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇഹാനുനെ ലൂത്തുനെ അടക്കിയിരുത്താൻ എന്താണ് വഴി എന്നുള്ളതാണ്. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഈ റെസ്റ്റോറന്റ്. നമുക്ക് മനസ്സമാധാനത്തോടെ എവിടെങ്കിലും ഒരു മൂലക്ക് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം. പിള്ളേർക്കൊട്ട് ബോറടിക്കത്തുമില്ല. അവരെ നോക്കാൻ അവിടെ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇഹാനുമായിട്ട് എന്തെങ്കിലും ഒരു അടിപിടി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി പീസ്ഫുൾ ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്. ആ ഒരു പ്ലേ ഏരിയ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ കുട്ടികൾ സേഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാർട്ടർ അവർ കോംപ്ലിമെന്ററി ആയിട്ട് തന്നതായിരുന്നു. ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ പോയില്ല. മധുരമായിട്ട് പപ്പടം പോലെ പൊരിച്ച അതിലോട്ട് ഉള്ളിയും മുളകും സോസും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും എല്ലാം അഫോർഡബിൾ പ്രൈസിൽ. അവര് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിനായിരുന്നു കേട്ടോ. പിള്ളേരുടെ കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഫുഡ് ആസ്വദിച്ച് കഴിച്ച് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിരിക്കുമ്പോ അടുത്തത് ഒരു പാത്രം നിറച്ച സമ്മാനങ്ങൾ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടോയ്സും അതിന്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ബ്ലാങ്കറ്റും. പിള്ളേര് മാത്രല്ല, ഇത്രയും വളർന്ന് പന്തലിച്ച് ഞങ്ങള് വരെ ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോ. അനീറ്റൊക്കെ ആണെങ്കിൽ ആ സമ്മാനങ്ങളൊക്കെ കണ്ടപ്പോ അവൾക്കും വേണം. പിന്നെ അവള് വേറൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അഖിലിനെ കൂട്ടിപ്പോയി അവളൊരു കുഞ്ഞു കൊച്ചാണെന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് അവളും മേടിച്ചിട്ട് വന്നു. ആരെങ്കിലുമൊക്കെ റെസ്റ്റോറന്റ് ഇടാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഇതൊരു നൈസ് ഐഡിയ ആയിരിക്കും കേട്ടോ. എന്റെ ഈ വ്ലോഗ് ഏതെങ്കിലും കെനിയൻ മലയാളീസ് കാണുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം ഗൈസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കെനിയൻ വിശേഷങ്ങള്. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.